രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പരിപാടിയിലുണ്ടായ വീഴ്ചകളെക്കുറിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറി നന്ദിനി ചക്രവർത്തിയോട് റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമുള്ളവർ എത്താത്തതിൽ ആരോപണവുമായി ബിജെപി രംഗത്തെത്തിയിരുന്നു. ഔദ്യോഗിക പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ എത്തിയില്ലെന്നും ഇത് രാജ്യത്തിന്റെ പരമോന്നത പദവിയോടുള്ള അനാദരവാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CP ജോൺ തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥിയായേക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. തിരുവനന്തപുരം കുന്നമംഗലം സീറ്റുകൾ CMP ആവശ്യപ്പെട്ടെങ്കിലും തിരുവനന്തപുരം നൽകാനുള്ള ധാരണയിലെത്തിയതായാണ് സൂചന. ഏറെ നേരം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് തിരുവനന്തപുരം സീറ്റ് CMPക്ക് വിട്ടു നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത്. വിജയിക്കുന്ന സീറ്റുകളിലൊന്ന് CMPക്ക് നൽകണമെന്ന് UDFനകത്ത് സജീവ ചർച്ചകളുണ്ടായിരുന്നു. കൂടാതെ CP ജോണിനെ നിയമസഭയിലെത്തിക്കണമെന്ന ഏറെ നാളായി UDF നേതാക്കൾ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് നടൻ മമ്മൂട്ടി നടത്തിയ പരാമർശം ഏറ്റുപിടിച്ച കോൺഗ്രസിനെ പരിഹസിച്ച് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. കേരളത്തിലെ ജനങ്ങളുടെ പണം കൊണ്ടാണ് വയനാട്ടിൽ ടൗൺഷിപ്പ് ഉയർന്നതെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 പൈസ കൊടുക്കരുതെന്നും കോൺഗ്രസിനെയാണ് ആ പണം ഏൽപ്പിക്കേണ്ടതെന്നും പറഞ്ഞ് പിരിച്ച പണവും ആപ്പും മുക്കിയ കോൺഗ്രസുകാർ എന്തിനാണ് മമ്മൂട്ടി പറഞ്ഞതിൽ സന്തോഷിക്കുന്നതെന്ന് മനസ്സിലായില്ലെന്നും വസീഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. കോടാലി കൈകൊണ്ട് 13-കാരനായ മകനെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. പട്ടാഴി മീനം ചരുവില വീട്ടിൽ രാജുവിനെയാണ് കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാത്രി 10:30 സംഭവം. സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന രാജു കുട്ടിയെയും ഭാര്യയെയും മർദ്ദിക്കുന്നത് പതിവായിരുന്നു. സംഭവ ദിവസം ഭാര്യ വീട്ടിലില്ലായിരുന്നു. സഹോദരന്റെ ചികിത്സാവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്തേക്ക് പോയതായിരുന്നു. മർദ്ദനമേറ്റ കുട്ടിയും ഇളയ സഹോദരന്റെ മാത്രമായിരുന്നു സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയം മദ്യപിച്ചെത്തിയ പ്രതി കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. കോടാലിയുടെ കൈ ഉപയോഗിച്ചാണ് ശരീരാസകലം മർദ്ദിച്ചത്. T20 ലോകകപ്പ് കിരീട നേട്ടത്തിൽ ടീം ഇന്ത്യ. എതിരാളികളായ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് കൂറ്റൻ വിജയമാണ് ഇന്ത്യ നേടിയത്. 46 പന്തിൽ 89 റൺസ് എടുത്ത സഞ്ജു സാംസണാണ് നീലപ്പടയുടെ വിജയത്തിന് കരുത്തായത്. 255 റൺസിന് ബാറ്റിംഗ് അവസാനിക്കുമ്പോൾ വെറും 5 വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 256 എന്ന വലിയ വിജയലക്ഷ്യം മുന്നിൽ കണ്ടിറങ്ങിയ കിവിപ്പട 200 കടക്കാതെ ദയനീയമായി പുറത്തായി.